ആകാശപ്രതിലിപം ഭാഗം 1. പത്തനംതിട്ടയിലെ ഒരു തറവാടാണ് പാലത്തിത്തറ. ഈ വീട്ടിൽ ഏകദേശം 2 ഏക്കർ ഭൂമി വരും. ഈ തറവാടിൽ കാരണവരാണ് ജോൺ. പുള്ളിക്ക് ഏകദേശം 50 കാണും പ്രായം. പുള്ളിയുടെ ഭാര്യ അന്നമ്മ ഒരു പ്രമുഖ കോളേജിലെ റിട്ടയേർഡ് അധ്യാപികയാണ്. ജോണിനും അന്നമ്മയ്ക്കും ടീച്ചറിനും 3 ആൺമക്കളാണ്: ഡേവിഡ്, ജെറി, ജോജി. വേറൊരു കഥാപാത്രം കൂടിയുണ്ട്, ജിജോ. ഈ ജിജോയുടെ അച്ഛൻ തോമസ് അന്നമ്മയുടെ ഒരേയൊരു സഹോദരനാണ്. ജിജോയുടെ അച്ഛനും അമ്മയും അമേരിക്കയിലാണ്. ജോണിൻ്റെ മൂത്ത മകനാണ് ഡേവിഡ്. പഠനത്തിൽ മിടുക്കനായിരുന്നു. കാനഡ പോകണമെന്നായിരുന്നു ഡേവിഡിൻ്റെ ആഗ്രഹം. പക്ഷേ അച്ഛൻ ജോണിന് ഏറ്റവും കൂടുതൽ മക്കളിൽ ഇഷ്ടമുള്ളത് ഡേവിഡിനോടായിരുന്നു. അതുകൊണ്ട് വിദേശത്ത് പോയാൽ തിരികെ വരില്ല എന്ന് പേടിച്ച് മകനെ വിട്ടില്ല. അതിനു പകരം ഒരു സ്വർണ്ണക്കട ഇട്ടുകൊടുത്തു. അത് വൻ വിജയമായി മാറുകയും ചെയ്തു. രണ്ടാമത്തെ മകൻ ജെറി പണത്തിൽ മിടുക്കനൊക്കെയാണ്. എങ്കിലും സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്നാഗ്രഹിച്ച് നടക്കുവാണ് കക്ഷി. ജെറിയുടെ കൂട്ടുകാരനും കൂടിയാണ് ജിജോ. ജിജോയും ജെറിയും രണ്ടുപേരും ഒരുമിച്ചാണ് പഠനം കാലത്ത് പോയത്. മൂന്നാമത്തെ മകനാണ് ജോജി. അമ്മ അന്നമ്മയുടെ കുഞ്ഞു ആവയാണ്. അതുകൊണ്ട് മുഴുവൻ സപ്പോർട്ടും അമ്മേൻ്റെ ഭാഗത്ത് ഉണ്ടാകും എപ്പോഴും. അതുകൊണ്ട് ഇപ്പോൾ പുള്ളി IAS പഠിക്കാൻ വേണ്ടിയുള്ള ഭയങ്കര തയ്യാറെടുപ്പാണ്. കഥ തുടരും.